നമസ്കാരം. 2025 ജനുവരി 15 ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ദിനമായിരിക്കും. അത് എന്തുകൊണ്ടാണ് എന്നാകും. രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തികളിലെ സുരക്ഷ അതിശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി 3 യോദ്ധാക്കൾ നാവികസേനയുടെ ഭാഗമാവുകയാണ്. ഇന്ത്യ പ്രാദേശികമായി തയ്യാറാക്കിയ 2 യുദ്ധക്കപ്പലുകൾക്ക് പുറമെ ഒരു ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയും നീരണിയുകയാണ്. നീൽഗിരി, സൂറത്ത് എന്നിവയാണ് ആ യുദ്ധക്കപ്പലുകൾ. വാക്ഷീർ ആണ് കമ്മീഷൻ ചെയ്യുന്ന അന്തർവാഹിനി. മുംബൈ നേവൽ ഡോക്യാർഡാണ് ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകുന്നത്. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച യുദ്ധക്കപ്പലുകൾ ആണ് നീൽഗിരിയും സൂറത്തും. പ്രൊജക്ട് 17 എ ക്ലാസ് യുദ്ധക്കപ്പൽ വിഭാഗത്തിൽ ഉള്ളതാണ് നീൽഗിരി. വനിതാ ഓഫീസർമാരും നാവികരും ഇതിൽ പ്രവർത്തിക്കും. ഇന്ത്യയുടെ പരമ്പരാഗതവും പരമ്പരാഗതരവുമായ സമുദ്രതല ഭീഷണികളെ നേരിടാൻ പ്രാപ്തിയുള്ളതാണ് നീൽഗിരി. ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തൊടുക്കാവുന്ന സൂപ്പർസോണിക് മിസൈൽ സംവിധാനം ഈ കപ്പലിൽ ഉണ്ട്. മീഡിയം റേഞ്ച് ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് പ്രയോഗിക്കാവുന്ന മിസൈലുകളും 76 mm അപ്ഗ്രേഡഡ് ഗണ്ണും ഇതിൻ്റെ ഭാഗമാണ്. അതായത് റഡാറുകൾ, സോണറുകൾ, ഇൻഫ്രാറെഡ് എന്നിവ ഉപയോഗിച്ച് കപ്പലുകൾ, വിമാനങ്ങൾ, അന്തർവാഹിനികൾ, മിസൈലുകൾ ഇവയെല്ലാം പ്രതിരോധിക്കാൻ നീൽഗിരിക്ക് സാധിക്കും. പ്രൊജക്ട് 15B വിനാശകാരി വിഭാഗത്തിൽ ആണ് സൂറത്ത് നിർമ്മിച്ചിട്ടുള്ളത്. എതിരാളികളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ അത്യാധുനിക റഡാർ സ്യൂട്ടും ആന്റി മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെ ഈ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ചേതക്, ALH, സീ കിങ് എന്നിവ കൂടാതെ പുതുതായി MH-60R ഹെലികോപ്റ്ററുകൾ എന്നിവയും ഈ കപ്പലുകളുടെ ഭാഗമാണ്. 164 മീറ്റർ ആണ് ആകെ നീളം. ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്കും ആന്റി ഷിപ്പ് മിസൈലുകളും ടോർപിഡോകളും വിക്ഷേപിക്കാൻ ശേഷിയുള്ളതാണ് സൂറത്ത്. പരിശീലനത്തിൽ 30 knots വേഗത്തിൽ പായാൻ സൂറത്തിന് സാധിച്ചു. ഗൈഡഡ് മിസൈലുകളെ തകർക്കുന്നതിന് ശേഷിയുള്ള കപ്പൽ കൂടിയാണ് സൂറത്ത്. പ്രൊജക്ട് 75ന്റെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച അവസാനത്തെ അന്തർവാഹിനിയായ വാക്ഷീർ സ്കോർപിയൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. 23,562 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. കഴിഞ്ഞ വർഷം നിർമ്മാണം പൂർത്തിയാക്കിയ കപ്പൽ മുംബൈയിലെ കപ്പൽ നിർമ്മാണശാലയായ മസ്ഗാവ് ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ് നിർമ്മിച്ചത്. ഫ്രഞ്ച് സ്ഥാപനമായ നേവൽ ഗ്രൂപ്പിൽ നിന്നും കൈമാറ്റം ചെയ്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കൽവാരി ക്ലാസ് ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത്. സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളിൽ 6ാമത്തേതും അവസാനത്തേതുമാണ് വാക്ഷീർ. ലോകത്തിലെ ഏറ്റവും നിശബ്ദമായ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയാണ് ഇത്. ടോർപിഡോകൾ, കപ്പൽ പ്രതിരോധ മിസൈലുകൾ, ആധുനിക സോണാർ സംവിധാനങ്ങൾ എന്നിവ അടങ്ങിയ അന്തർവാഹിനിയാണ് വാക്ഷീർ. സമുദ്രാതിർത്തിയിൽ യുദ്ധങ്ങൾ, അന്തർവാഹിനികൾ തമ്മിലുള്ള യുദ്ധം, ദീർഘദൂര ആക്രമണങ്ങൾ, രഹസ്യാന്വേഷണം തുടങ്ങിയ ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഇവയ്ക്ക് സാധിക്കും. എന്തായാലും ലോക സൈനിക ശക്തിയിൽ 4ാം സ്ഥാനത്തുള്ള ഇന്ത്യ വീണ്ടും കരുത്തു കൂട്ടുകയാണ്. ആ കരുത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം.